വനമേഖലയിൽ നിന്ന് 11 ലക്ഷത്തിലധികം ആദിവാസി കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. വനാവകാശ നിയമ പരിരക്ഷ കിട്ടില്ലെന്ന സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തിയവരെയാണ് ഒഴിപ്പിക്കേണ്ടത്. കേരളത്തിൽ 894 കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും. വനാവകാശ നിയമം ചോദ്യം ചെയ്തുള്ള ഈ ഹർജിയെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എതിർത്തില്ല. 2006 വനാവകാശ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് വൈൽഡ് ലൈഫ് ഫസ്റ്റ് എന്ന പരിസ്ഥിതി സംഘടന സമർപ്പിച്ച ഹർജിയിൽ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. വനാവകാശ നിയമപ്രകാരം വനഭൂമിക്ക് അർഹതയില്ലാത്ത ആദിവാസികളെ ഒഴിപ്പിക്കണം. ഇനി ഈ കേസ് ജൂലൈ 24-നാണ് പരിഗണിക്കുക. അതിനു മുൻപ് ഉത്തരവ് നടപ്പിലാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കേരളത്തിൽ വനാവകാശ നിയമത്തിന്റെ സംരക്ഷണം തേടി സമർപ്പിച്ച 39,999 അപേക്ഷകളിൽ സർക്കാർ നിരസിച്ചത് 894 കുടുംബങ്ങളെയാണ്. ഇവരെയാണ് ഒഴിപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിലാണ് ഈ കണക്ക് വ്യക്തമാക്കിയത്. അപേക്ഷ നിരസിച്ചവരെ എന്തുകൊണ്ട് വനത്തിൽ നിന്ന് ഒഴിപ്പിച്ചില്ല എന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കണം. കേരളത്തിനു പുറമെ കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അസം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് തുടങ്ങി ആകെ 16 സംസ്ഥാനങ്ങൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഈ സംസ്ഥാനങ്ങളിലായി ആകെ 11,27,446 കുടുംബങ്ങൾ വനാവകാശ നിയമപ്രകാരം വനത്തിൽ താമസിക്കാൻ യോഗ്യരല്ല എന്നാണ് കണക്ക്. ഇവരെയെല്ലാം ഒഴിപ്പിക്കാനാണ് കോടതി ഉത്തരവ്. ഇതിനകം കണക്ക് സമർപ്പിക്കാത്ത മറ്റു സംസ്ഥാനങ്ങളും ജൂലൈ 27-ന് മുൻപ് ഉത്തരവ് നടപ്പിലാക്കണം. ഈ മാസം 13-ന് കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ ഹാജരായിരുന്നില്ല. UPA സർക്കാർ കൊണ്ടുവന്ന നിലവിലെ വനാവകാശ നിയമത്തിൽ ഭേദഗതി വേണം എന്ന നിലപാടാണ് മോദി സർക്കാരിന് ഉള്ളത്. ടി.കെ. റാഷിദ്, മീഡിയ 1, ഡൽഹി. റാഷിദ്, ദില്ലിയിൽ നിന്ന്. റാഷിദ്, ഈ വനാവകാശ പരിരക്ഷ ലഭിക്കില്ല എന്ന് സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചവരെയാണല്ലോ ഈ ഒഴിപ്പിക്കുന്നത്. 11 ലക്ഷത്തോളം, കേരളത്തിൽ ഏകദേശം 894. ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കോടതിയുടെ തീർപ്പ് എന്തായിരുന്നു ഇക്കാര്യത്തിൽ? ഈ മാസം 13-നാണ് കോടതി ഇതിൽ വാദം കേട്ടത്. ജസ്റ്റിസ് അരുൺ മിശ്ര, നവീൻ സിൻഹ, അതോടൊപ്പം ഇന്ദിരാ ബാനർജി എന്നീ 3 ജഡ്ജിമാരുടെ ബെഞ്ചാണ് വാദം കേട്ടിരുന്നത്. അന്ന് ഈ കേന്ദ്ര സർക്കാർ അഭിഭാഷകരോ അറ്റോർണി ജനറൽ അടക്കമുള്ള ഏതെങ്കിലും അഭിഭാഷകരോ ഇക്കാര്യത്തിൽ ഹർജിക്കാരെ പ്രതിരോധിക്കാനായി കോടതിയിൽ ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം വനാവകാശ നിയമത്തിന്റെ സാങ്കത്യവും അതിന്റെ വാലിഡിറ്റിയും സാധുതയും ചോദ്യം ചെയ്തുകൊണ്ട് വൈൽഡ് ലൈഫ് ഫസ്റ്റ് എന്ന ഒരു പരിസ്ഥിതി സംഘടനയാണ് ഈ ഹർജി സമർപ്പിച്ചത്. അങ്ങനെ പരിസ്ഥിതി സംഘടന വനമേഖലയിൽ ഇത്തരക്കാർക്ക് അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തിന് താമസിക്കുന്ന അനുവാദം നൽകുന്നത്, വനാവകാശ നിയമം അത്തരം പരിരക്ഷ നൽകുന്നത് വന്യജീവികൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ആവശ്യങ്ങളുമൊക്കെയായിരുന്നു ഈ ഹർജിയിൽ ഉണ്ടായിരുന്നത്. ആ ഹർജിയിലാണ് സംസ്ഥാനങ്ങൾ കൊടുത്ത സത്യവാങ്മൂലത്തിലെ കണക്കുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 16 സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ആദിവാസികളെ പുറത്താക്കുമെന്ന തരത്തിൽ കണക്ക് വെച്ചിട്ടുള്ളത്. കേരളത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 39,999 അപേക്ഷകൾ സർക്കാരിന്റെ മുൻപിൽ വന്നു എന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. അതായത് 2006-ലെ വനാവകാശ നിയമപ്രകാരം തങ്ങൾക്ക് വനമേഖലയിൽ താമസിക്കാൻ യോഗ്യതയുണ്ട്, അതുകൊണ്ട് അത് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ, ആദിവാസികൾ സമർപ്പിച്ച അപേക്ഷ, അതിന് അവരുടെ കയ്യിലുള്ള രേഖകൾ പരിശോധിച്ച ശേഷം ഈ 39,999 അപേക്ഷകളിൽ 894 അപേക്ഷകൾ എന്ന് വിലയിരുത്തി. ഹരീഷ്, 11 ലക്ഷത്തോളം പേരെ ഒഴിപ്പിക്കണമെന്നാണല്ലോ കോടതിയുടെ തീർപ്പ്. ഇത് വലിയ തരത്തിൽ തിരിച്ചടിയാകുകയും ചെയ്യും. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ നിയമം ലാൻഡ്മാർക്ക് ആയിട്ടുള്ള, ചരിത്ര പ്രധാനമുള്ള ഒരു നിയമമാണ്. ഇതിൽ പറയുന്നത് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആയിട്ടുള്ള 2 തലമുറയിൽ കൂടുതൽ വനത്തിൽ താമസിച്ചിട്ടുള്ള ആളുകൾക്ക് ആ വനഭൂമിയിലുള്ള അവകാശം കൊടുക്കുന്നു എന്നതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഫോറസ്റ്റിന്റെ ഡീഗ്രഡേഷന് കാരണമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വ്യവസ്ഥകളും അതിനകത്തുണ്ട്. ഈ ഗവൺമെന്റ് വന്ന ശേഷം ആദ്യം ചെയ്തത് TSR സുബ്രഹ്മണ്യം കമ്മിറ്റി, ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുകയും ഈ വനവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് വനാവകാശവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ മുഴുവൻ അട്ടിമറിക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. പാർലമെന്ററി കമ്മിറ്റി അത് റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, അത് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകി അത് ഇല്ലാതാക്കി. പക്ഷെ പിൻവാതിലിലൂടെ പലപ്പോഴായി വനാവകാശ നിയമത്തെ അട്ടിമറിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഈ ആദിവാസികൾ ക്ലെയിം ഉന്നയിച്ചിരിക്കുന്ന വനഭൂമികൾ വേദാന്ത പോലുള്ള കമ്പനികൾക്ക് മൈനിങ്ങിന് കൊടുക്കാനുള്ള തീരുമാനവും ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ തോതിൽ മൈനിങ് കമ്പനികൾ ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആണ് അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഏക പ്രശ്നം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴായി ഇത് അട്ടിമറിക്കാനുള്ള തീരുമാനമെടുത്തതിൽ ഏറ്റവും അവസാനത്തെയാണിത്. ഞെട്ടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചലഞ്ച് ചെയ്തൊരു കേസിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അഭിഭാഷകർ ഹാജരാകാതെയാണ് ഈ ഒത്തുതീർപ്പ്, ഈ ഒത്തുകളി
എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് വാസ്തവത്തിൽ ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വനാവകാശ നിയമം തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നുവെന്ന പരാതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് മുമ്പിൽ നിൽക്കുക. അതൊന്നും പരിശോധിക്കാതെ, അതൊന്നും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ വളരെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നന്ദി ഹരീഷ്. ടി എൻ പ്രതാപൻ. ശ്രീ ടി എൻ പ്രതാപൻ, വനാവകാശ നിയമ പരിരക്ഷ കിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ കൂടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയുടെ ഇങ്ങനെയൊരു തീർപ്പുണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് അങ്ങേയറ്റം സങ്കടകരമാണ്. വനത്തിൽ ജനിച്ച് വനത്തിന്റെ പ്രാന്തപ്രദേശത്ത് ജനിച്ച് അല്ലെങ്കിൽ വനയോരത്ത് ജനിച്ച് വന ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്ന പരമ്പരാഗതമായ ആദിവാസി സമൂഹത്തെ അവിടെ നിന്നും പിറന്ന മണ്ണിൽ നിന്നും ജനിച്ച മണ്ണിൽ നിന്നും ആട്ടിപ്പായിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ കാര്യമാണ്. ഹരീഷ് വാസുദേവയുടെ ചൂണ്ടിക്കാണിച്ചതാണ് ഇതിന് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇതിന് ഭരണകൂടങ്ങൾ പലപ്പോഴും പരിഷ്കൃത സമൂഹത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരായി മാറുകയാണ്. എന്നാൽ ആദി സമൂഹം എന്ന് പറയപ്പെടുകയും ഇന്നും ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കുകയും ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന ആദിവാസി സമൂഹം പോലെയുള്ള ദുർബല ജനവിഭാഗങ്ങളുടെ സങ്കടവും ജീവിതവും കാണാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ്. സുപ്രീം കോടതിയിൽ പോലും ഈ കേസ് തോറ്റു കൊടുക്കാൻ വേണ്ടി വലിയ വലിയ ലോബികൾ, ഈ പാറ ഉടമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൈനിങ് നടത്തുന്നവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് തോറ്റു കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുകയാണ്. കേരള ഗവൺമെന്റ് പോലും ഈ കാണിച്ചത് ക്രൂരതയാണ്. എന്താ ഈ നവോത്ഥാന മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നാട് മുഴുവൻ നവോത്ഥാനത്തിന് വേണ്ടി മനുഷ്യധർമ്മയും എന്ന് പറഞ്ഞ് മതിലും പ്രചരണവും നടത്തി വരുന്ന ആളുകൾ കോടതിയിൽ പോയി ആദിവാസി സമൂഹത്തെ അവരുടെ ജീവാവസ്ഥയിൽ നിന്നും ഇറക്കി വിടുന്നതിന് കൂട്ടുനിൽക്കുന്നത് ഏത് ഭാഷ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റ് എടുത്ത സമീപനവും കേന്ദ്ര ഗവൺമെന്റ് സമീപനവും തെറ്റാണ്. ഈ സമൂഹത്തെ സംരക്ഷിക്കണം, ഈ സമൂഹത്തെ അവരുടെ ജീവാവസ്ഥയിൽ തന്നെ നിലനിർത്തണം. അതിനു വേണ്ടിയുള്ള ഇടപെടലാണ് അനിവാര്യത. തുടരുക ശ്രീ ടി എൻ പ്രതാപൻ. ഗീതാനന്ദൻ അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. ശ്രീ ഗീതാനന്ദൻ, മണ്ണില്ലാതെ മണ്ണിന്റെ മക്കളെന്ന് ഒറ്റ വാക്കുകൾ പറയാവുന്ന തരത്തിലാണ് ഇത്. കാരണം വിവിധ കോണുകളിലെ അനാസ്ഥയുടെ ഭാഗം കൂടിയാണല്ലോ ഇത്. ശ്രീ ഗീതാനന്ദൻ, കേൾക്കാമോ? ഈ നിയമപരിരക്ഷ, വനാവകാശ നിയമ പരിരക്ഷ ലഭിക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടിയാണല്ലോ കോടതിയുടെ ഇങ്ങനെ ഒരു തീർപ്പും ഈ 11 ലക്ഷത്തോളം ജനവിഭാഗങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഇടപെടാൻ യാതൊരു അധികാരമില്ലായിരുന്നു നിയമപരമായി. അതുകൊണ്ട് ഇത് പാർലമെന്റ് അധികാരത്തിലുള്ള നിയമത്തിലാണ്. പാർലമെന്റ് 2006 പാസാക്കിയ നിയമമാണ്. രണ്ടാമത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമസഭകൾക്ക്, അത് 3 തട്ടിലുള്ളതാണല്ലോ. വാർഡ് തലത്തിലുള്ള ഗ്രാമസഭകൾ, പഞ്ചായത്ത് തലത്തിലുള്ളത്, SDLC, അതുപോലെ ഡിസ്ട്രിക്ട് DLC, അങ്ങനെ 3 തട്ടിലുള്ള ഗ്രാമസഭകളുണ്ട്. ഈ ഗ്രാമസഭകളുടെ പ്രൈമറി കാരനാണ് ആളുകൾ അപേക്ഷ കൊടുക്കുന്നത് റെക്കഗ്നീഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ വനാവകാശം അംഗീകരിച്ചിട്ടാണ്. അപ്പൊ അത് ആദ്യത്തെ സഭ അംഗീകരിച്ചാൽ രണ്ടാമത്തെ സഭ അത് കൈമാറുന്നു. അങ്ങനെ ഒരു 3-ടയർ സിസ്റ്റമാണ് ഉള്ളത്. അതിന് ചിലപ്പം റിജക്ഷൻ വന്നേക്കാം. അങ്ങനെ വന്നാൽ അത് റിവ്യൂ ചെയ്യാനുള്ള അധികാരം ഇത്തരം സഭകൾക്കുണ്ട്. പിന്നെ അപേക്ഷകന് വീണ്ടും ഇവിടുത്തെ സിവിൽ കോടതിയിലും കേരള ഹൈക്കോടതിയിലും പോകാനുള്ള ലീഗൽ റൈറ്റ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും അപേക്ഷകൾ തള്ളിപ്പോയി എന്നതിന്റെ പേരിൽ എല്ലാം തന്നെ റദ്ദാക്കി കളയാൻ പറയാൻ സുപ്രീം കോടതിക്ക് അധികാരം. ശ്രീ ഗീതാനന്ദൻ, താങ്കളിലേക്ക് വരാം.